മലയാള സിനിമയിലെ തിരക്കഥകൾ പൊതുവേ എന്താ പറയുന്നത്, വളരെ ടാക്കി ആയിട്ടാണ് തോന്നുന്നത്. എപ്പോഴും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് പണ്ട് ഈ ആകാശവാണിയിലൂടെ സിനിമ പ്രക്ഷേപണം ചെയ്യുമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ മുഴുവൻ സിനിമയും നമുക്ക് മനസ്സിലാവും. അതൊരവസ്ഥ ദുരന്തമല്ലേ അത്? അതായത് ഇതൊരു ദൃശ്യമാധ്യമം, കേട്ടാൽ ഓഡിയബിൾ മാത്രമായി തീരുന്നതല്ലേ അത്? ഇപ്പോഴും അത് തന്നെ അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിലെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ളൊരു തിരക്കഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അതിലെ ഒരു ഭേദപ്പെട്ട അഭിരുചി തോന്നിയത് ഈ പ്രാപ്പട എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടു ഈയിടെ. ഈ കൃഷ്ണേന്ദു കലേഷിൻ്റെ പ്രാപ്പട. അതൊരു മികച്ചൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ കിസ് വാഗൺ എന്ന് പറഞ്ഞൊരു സിനിമയും കൂടി കണ്ടു. അതാണ് ഒരു ബെറ്റർ റൈറ്റിങ്ങും ബെറ്റർ ഫിലിം മേക്കിങ്ങുമായിട്ട് തോന്നിയത്. അതല്ലാതെ മലയാളത്തിലെ മുഖ്യധാരയിൽ ഇറങ്ങുന്ന തിരക്കഥകളെല്ലാം ഈ പഞ്ച് ഡയലോഗ് എഴുതി പിടിപ്പിക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊന്നുമല്ല. ഒരു ദൃശ്യപരമായിട്ട് ചിന്തിക്കുന്നു പോലുമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഹോളിവുഡ് സിനിമ ഇപ്പം നമ്മളേറ്റവും കൂടുതൽ അനുകരിക്കുന്ന ഹോളിവുഡ് സിനിമയാണെങ്കിലും, പക്ഷേ അവിടുത്തെ എഴുത്തുകാർ വളരെ കരുതലോടെയാണ് ആ മാധ്യമത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് ഈ റോബർട്ട് ടൗണെ, വില്യം ഗോൾഡ്മാൻ എന്നുള്ള പഴയ കാലത്തെ തിരക്കഥാകൃത്തുക്കളും ഇപ്പോൾ പുതിയ കാലത്തുള്ള പുതിയ എഴുത്തുകാരുമൊക്കെ വളരെയധികം അറിവുള്ളവരാണ്. അവർ ലിറ്റററി സാഹിത്യത്തെക്കുറിച്ചൊക്കെ വളരെയധികം ജ്ഞാനമുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ഇവിടെ തിരക്കഥ എഴുതാൻ വരുമ്പോൾ ഇതൊന്നും വേണ്ട, കുറേ സിനിമകൾ കണ്ടാൽ മതി എന്നുള്ളൊരു ധാരണ പലർക്കും ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. സിനിമ കാണുകയല്ല, കേൾക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കാണാനുള്ള മാധ്യമമാണ്. അതിൽ ഇത്രയ്ക്കധികം സംഭാഷണവും ശബ്ദബാഹുല്യം കൊണ്ട് നിറക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.